നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ 2004 മുതൽ 2024 ജൂണിൽ ക്യാൻസൽ ചെയ്ത നെറ്റിൻ്റെ പരീക്ഷ വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നുള്ള കവികൾ, അതുപോലെ വരികൾ, കവിതകൾ എന്നിവയാണ്, കവിതയുടെ വരികളായി നൽകിയവയാണ് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ കഴിയാതെ പോയ കവികളെ, അതുപോലെ ഒന്നോ രണ്ടോ വരികൾ കൊണ്ട് മാത്രം സാന്നിധ്യം അറിയിച്ച ചോദ്യപേപ്പറിലെ സ്ഥിര സാന്നിധ്യമായിരിക്കുന്ന കവികളെ കൂടുതലായിട്ട് പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യം ഇടുന്നത്. ഒന്നാമതായിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒന്നാമത്തെ വരി: ഡിസംബർ 31 രാത്രി സത്രത്തിൻ ഗാനശാലയിൽ ഗുലാമലി പാടുന്നു. ഡിസംബർ 31 രാത്രി സത്രത്തിൻ ഗാനശാലയിൽ ഗുലാം അലി പാടുന്നു. ഗസൽ എന്നുള്ള കവിതയിൽ നിന്നുള്ള വരിയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഗസൽ. അദ്ദേഹത്തിൻ്റെതായി വരുന്ന കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയാണ് എവിടെ ജോൺ എന്നുള്ള കവിത. ജോൺ എബ്രഹാമിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന കവിതയാണ് എവിടെ ജോൺ. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കായേൻ ഹാബേൽ ആ ഒരു കഥ അടിസ്ഥാനമാക്കിയതുപോലെയാണ് ആ കവിതയുടെ ഒരു പോക്ക്. അതിൻ്റെ വരി ഞാനൊന്ന് പറയാം. തരിക നീ പീതസായന്തനത്തിൻ്റെ നഗരമേ നിൻ്റെ വൈദ്യുതാലിംഗനം. തരിക നീ പീതസായന്തനത്തിൻ്റെ നഗരമേ നിൻ്റെ വൈദ്യുതാലിംഗനം. ഇങ്ങനെയാണത് ആരംഭിക്കുന്നത്. ഇതൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം അതിൽ നിന്ന് തന്നെ വന്നതാണ്. എവിടെ ജോൺ? സ്വരം താഴ്ത്തി ഞാൻ ചോദിച്ചു. എവിടെ ജോൺ? സ്വരം താഴ്ത്തി ഞാൻ ചോദിച്ചു. അവനു ഞാനല്ല കാവലാൾ പോവുക. അവനു ഞാനല്ല കാവലാൾ പോവുക. അപ്പോൾ ഇത് വരുന്നത് എവിടെ ജോൺ എന്നുള്ള കവിതയിൽ നിന്നാണ്. അടുത്ത വരി 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള വരിയാണ്. സിഗരറ്റു കണക്കെരിഞ്ഞു പോം നരജന്മം ചുടുചാമ്പൽ മാത്രം. സിഗരറ്റു കണക്കെരിഞ്ഞു പോം നരജന്മം ചുടുചാമ്പൽ മാത്രമാം എന്ന് പറഞ്ഞിട്ടുള്ള വരിയാണ്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം: വേടൻ അമ്പുരയ്ക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. വേടൻ അമ്പുരയ്ക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. എന്നിട്ടും മുനയുടെ മൂർച്ച എൻ്റെ കവിതയ്ക്കില്ല. എന്നിട്ടും മുനയുടെ മൂർച്ച എൻ്റെ കവിതയ്ക്കില്ല. മറ്റൊരു വരി മാപ്പുസാക്ഷി എന്ന് പറഞ്ഞിരുന്ന കവിതയിൽ നിന്നാണ്. മാപ്പുസാക്ഷി എന്ന പേരിൽ എഴുതിയ കവിതയിൽ നിന്നാണ്. വേദന തൻ കാള മേഘത്തിൽ നിന്നെത്തി ഭൂമി പൊള്ളിക്കുന്ന കൊള്ളിയാനാണു ഞാൻ. വേദന തൻ കാളമേഘത്തിൽ നിന്നെത്തി ഭൂമി പൊള്ളിക്കുന്ന കൊള്ളിയാനാണു ഞാൻ. ഇതും ചുള്ളിക്കാടിൻ്റേതായിട്ട് വരുന്ന വരികളാണ്. ഇത്രയും വരികളാണ് ചുള്ളിക്കാടിൻ്റേതായിട്ട് ഇതുവരെയുള്ള പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ പത്നി കൂടിയായിട്ടുള്ള വിജയലക്ഷ്മിയുടെ കവിതയിൽ നിന്നുള്ള വരിയാണ്. മൃഗശിക്ഷകൻ എന്നുള്ള കവിതയ്ക്കാണ് വിജയലക്ഷ്മിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ആ കവിതയിൽ നിന്നുള്ള വരികളാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. ഇടയ്ക്കൻ്റെ വനചേതസ്സില മൃഗപൗരാണികൻ കുടഞ്ഞെണീക്കുന്നു. ഇടയ്ക്കൻ്റെ വനചേതസ്സില മൃഗപൗരാണികൻ കുടഞ്ഞെണീക്കുന്നു. അതിപുരാതനൻ ഇലച്ചാർത്തിനുമേലെ കുതിപ്പോൻ.
അതിപുരാതനൻ ഇലച്ചാർത്തിനു മേലെ കുതിപ്പോൻ സൂര്യനെ പിടിക്കാൻ ചാടുവോൻ. സൂര്യനെ പിടിക്കാൻ ചാടുവോൻ. ഇത് മൃഗശിക്ഷകനിൽ നിന്നാണ്. മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നത് ഒരു 4 വരികൾ തന്നിട്ട് 4-5-6 വരി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു സെൽഫ് പോർട്രേറ്റ് എഴുതിയത് ആരാണ് എന്നാണ്. അപ്പോൾ സെൽഫ് പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു കവിത വിജയലക്ഷ്മിയുടേതായിട്ടാണ് ഉള്ളതാണ്. അതിലെ വരി ഇങ്ങനെയാണ് നൽകിയിരുന്നത്. ചങ്ങമ്പുഴയുടെ ഹൃദയം, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മനസ്സ്. ചങ്ങമ്പുഴയുടെ ഹൃദയം, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മനസ്സ്. മജ്ജയിലും മാംസത്തിലും മാധവിക്കുട്ടി. മജ്ജയിലും മാംസത്തിലും മാധവിക്കുട്ടി. രക്തത്തിൽ കുറിയേടത്തു താത്രിക്കുട്ടി. കുറിയേടത്തു താത്രിക്കുട്ടി. സ്വപ്നത്തിൽ സാറാ ജോസഫ്. സ്വപ്നത്തിൽ സാറാ ജോസഫ്. സുഷുപ്തിയിൽ നിലാവിൻ്റെ ഗീതം. സുഷുപ്തിയിൽ നിലാവിൻ്റെ ഗീതം. ഇങ്ങനെ സെൽഫ് പോർട്രേറ്റ് എഴുതിയത് ആരാണ്? വിജയലക്ഷ്മി എന്നുള്ളതാണ് ഉത്തരം. ചങ്ങമ്പുഴയുടെ ഹൃദയം, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മനസ്സ്. മജ്ജയിലും മാംസത്തിലും മാധവിക്കുട്ടി. രക്തത്തിൽ കുറിയേടത്തു താത്രിക്കുട്ടി. സ്വപ്നത്തിൽ സാറാ ജോസഫ്. സുഷുപ്തിയിൽ നിലാവിൻ്റെ ഗീതം. ഇനി കുരീപ്പുഴ ശ്രീകുമാറിൻ്റേതായിട്ട് ഒരു വരിയെ നൽകിയിട്ടുള്ളൂ. രാഹുലൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. രാഹുലൻ ഉറങ്ങുന്നില്ല. ചുടുകാറ്റു താരാട്ടു പാടുന്ന നേരവും. ചുടുകാറ്റു താരാട്ടു പാടുന്ന നേരവും ചുടുകാട്ടിൽ നിൽപ്പാണുറങ്ങാതെ രാഹുലൻ. ചുടുകാട്ടിൽ നിൽപ്പാണുറങ്ങാതെ രാഹുലൻ. ഇനി ആർ രാമചന്ദ്രൻ്റേതായിട്ട് വന്നിട്ടുള്ള വരികളാണ്. ആർ രാമചന്ദ്രൻ്റേതായിട്ട് വന്നിട്ടുള്ള വരികൾ. നിന്ന ശ്യാമമാം രോദനം കാലം. നിന്ന ശ്യാമമാം രോദനം കാലം. ദിവ്യദുഃഖത്തിൻ്റെ നിഴലിൽ എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയിൽ നിന്നാണ്. ദിവ്യദുഃഖത്തിൻ്റെ നിഴലിൽ എന്ന് പറഞ്ഞ കവിതയിലെ വരിയാണ്. ഇതാരുടെ വരി എന്നും ചോദിക്കാറുണ്ട്. ഇതേത് കൃതി എന്നും വരാറുണ്ട്. ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ കവിതയിൽ നിന്നാണ് അടുത്ത വരികൾ തന്നിരിക്കുന്നത്. ഒന്നുമില്ലൊന്നുമില്ലൊന്നുമില്ല ഒരു ചുംബനം മാത്രം, ഒരു നിർവൃതി മാത്രം. ഒന്നുമില്ലൊന്നുമില്ലൊന്നുമില്ല. ഒന്നുമില്ലൊന്നുമില്ലൊന്നുമില്ല ഒരു ചുംബനം മാത്രം, ഒരു നിർവൃതി മാത്രം. ഒന്നുമില്ലൊന്നുമില്ലൊന്നുമില്ല. ഒന്നുമില്ല എന്ന് തന്നെയാണ് ഈ കവിതയുടെ തലക്കെട്ടും. ഇനി സച്ചിദാനന്ദൻ്റെ വരികളാണ്. സച്ചിദാനന്ദൻ 2 പ്രാവശ്യമായിട്ട് ചോദിച്ചിരിക്കുന്നൊരു വരിയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ മുലപ്പാൽ കൊണ്ട് തീ ആളിക്കത്തിക്കാമെന്ന്, താരാട്ടുകൊണ്ട് ഭൂകമ്പമുണ്ടാക്കാമെന്ന്. എനിക്കു വിശ്വസിക്കാൻ വയ്യ മുലപ്പാൽ കൊണ്ട് തീ ആളിക്കത്തിക്കാമെന്ന്, താരാട്ടുകൊണ്ട് ഭൂകമ്പമുണ്ടാക്കാമെന്ന്. ഗുജറാത്ത് കലാപം ആസ്പദമാക്കിയിട്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് സത്യവാങ്മൂലം എന്ന പേരിലുള്ളത്. സത്യവാങ്മൂലത്തിലെ ഈ വരികൾ 2 പ്രാവശ്യമായി ചോദിച്ചിട്ടുണ്ട്. ഇതേപോലൊരു പേരിൽ റഫീഖ് അഹമ്മദിൻ്റേതായിട്ട് മറ്റൊരു കവിതയുണ്ട്, സ്വപ്നവാങ്മൂലം. സ്വപ്നവാങ്മൂലം എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. ഇനി വൈലോപ്പിള്ളിയെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയൊരു വരി ചോദിക്കാറുണ്ട്. വൈലോപ്പിള്ളിയുടെ നിര്യാണത്തിൽ വിരഹദുഃഖത്താൽ അല്ലെ വേദനയാൽ എഴുതിയ കവിതയാണ് ഇവനെ കൂടി. സച്ചിദാനന്ദൻ വൈലോപ്പിള്ളിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കവിതയാണ് ഇവനെ കൂടി. അതിലെ വരി 2 പ്രാവശ്യം ചോദിച്ചതാണ്. പാവമാമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ. പാവമാമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ. ദാ നോക്കൂ വാതിൽ പൂർണ്ണചന്ദ്രനായവൻ വീണ്ടും. ദാ
നോക്കൂ വാതിൽ, പൂർണ്ണചന്ദ്രനായവൻ വീണ്ടും. ഇതാരെക്കുറിച്ച് എഴുതിയെന്ന് ചോദിക്കും. വൈലോപ്പിള്ളിയെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ വരിയാണ്. അടുത്ത വരി, ഞാൻ ഒറ്റയാകുന്നതെങ്ങനെ കിടാങ്ങളെ, ഞാൻ ഒറ്റയായി പോകുവോളം, ഞാൻ ഒറ്റയായി പോകുവോളം. ഞാൻ ഒറ്റയാകുന്നതെങ്ങനെ കിടാങ്ങളെ, ഞാൻ ഒറ്റയായി പോകുവോളം, ഞാൻ ഒറ്റയായി പോകുവോളം. ഇതും സച്ചിദാനന്ദൻ്റെ വരിയാണ്. ഇത്രയും വരികളാണ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ടി.പി. രാജീവൻ്റെയാണ്. പ്രധാനമായിട്ടും ചേരുംപടിയിൽ രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയെക്കുറിച്ചാണ് സാധാരണ കണ്ടിട്ടുള്ളത്. വരികൾ വളരെ ചുരുക്കമായിട്ടാണ് ചോദിക്കുന്നത്. കവിതയുടെ മേഖലയിലാണ് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞത്. നോവലിൻ്റെ മേഖലയിൽ KTN കോട്ടൂർ എഴുത്തും ജീവിതവും, പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ, ഇതൊക്കെ വരും. നമ്മളിപ്പോൾ കവിതയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. മരിച്ചവരുടെ പട്ടികയിൽ ഞാനില്ല, ജീവിക്കുന്നവരുടെ പട്ടികയിലുമില്ല. മരിച്ചവരുടെ പട്ടികയിൽ ഞാനില്ല, ജീവിക്കുന്നവരുടെ പട്ടികയിലുമില്ല എന്നെഴുതിയത് ടി.പി. രാജീവനാണ്. ഒരേ ഒരു വരിയാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇനി റഫീഖ് അഹമ്മദിൻ്റെ വരിയാണ്. റഫീഖ് അഹമ്മദിൻ്റെ ഒട്ടും പൊരുത്തമില്ലാത്ത കൈകാലുകൾ, മട്ടൊത്തിടാത്ത ശരീരം. ഒട്ടും പൊരുത്തമില്ലാത്ത കൈകാലുകൾ, മട്ടൊത്തിടാത്ത ശരീരം. തനിച്ചൊരു കൊച്ചുമുഖം പോലുമില്ലെന്നൊരു ദുഃഖവും. തനിച്ചൊരു കൊച്ചുമുഖം പോലുമില്ലെന്നൊരു ദുഃഖവും. ഇത് റഫീഖ് അഹമ്മദിൻ്റേതായിട്ട് നൽകാറുള്ളതാണ്. അടുത്തത് P.P. രാമചന്ദ്രനാണ്. P.P. രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലമാണ് പ്രധാനമായിട്ടും കവിതകളിൽ നൽകാറുള്ളത്. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല. മാമ്പഴക്കാലത്തിലെ വരിയാണ്. മറ്റൊരു വരി നൽകിയിരിക്കുന്നത്, നിത്യനിദാഘം തീർക്കും മരുവിൽ, മൃത്യുവരിക്കും നമ്മുടെ ഇളയ പുൽക്കൊടിയത്രേ ഇനി രക്ഷിക്കാൻ. നിത്യനിദാഘം തീർക്കും മരുവിൽ, മൃത്യുവരിക്കും നമ്മുടെ ഇളയ പുൽക്കൊടിയത്രേ ഇനി രക്ഷിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്ന വരി P.P. രാമചന്ദ്രൻ്റേതായിട്ടുള്ളതാണ്. അടുത്തത് A. അയ്യപ്പനാണ്. മുക്തമാം ഛന്ദസ്സും മുറിയുന്ന താളവും രക്തവും മഷിയുമായി ഞാൻ വിയർക്കുന്നു. മുക്തമാം ഛന്ദസ്സും മുറിയുന്ന താളവും രക്തവും മഷിയുമായി ഞാൻ വിയർക്കുന്നു. A. അയ്യപ്പൻ്റെ വരികളാണ്. അടുത്ത വരി, ചങ്ങാതി തലവെച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിനു പോയി. ചങ്ങാതി തലവെച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി. ഇനി അടുത്തത് വരുന്നത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ചുറ്റുമുഴറ്റോടെ ഞാൻ നോക്കേ, ചുറ്റുമുഴറ്റോടെ ഞാൻ നോക്കേ, കത്തുന്നു കാഴ്ചകൾ കണ്ണിൽ. കത്തുന്നു കാഴ്ചകൾ കണ്ണിൽ. ചുറ്റുമുഴറ്റോടെ ഞാൻ നോക്കേ, കത്തുന്നു കാഴ്ചകൾ കണ്ണിൽ. 2023 ജൂണിൽ ചോദ്യപേപ്പറിലുണ്ടായിരുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടേതല്ലാത്ത കുന്നിനെ, ചോലയെ, നമ്മുടേതല്ലാത്ത കാറ്റിനെ, പൂക്കളെ, നമ്മുടേതല്ലാത്ത മാടിനെ, പക്ഷിയെ നമ്മൾ പരസ്പരം വിൽക്കുന്നതെങ്ങനെ. നമ്മുടേതല്ലാത്ത കുന്നിനെ, ചോലയെ, നമ്മുടേതല്ലാത്ത കാറ്റിനെ, പൂക്കളെ, നമ്മുടേതല്ലാത്ത മാടിനെ, പക്ഷിയെ നമ്മൾ പരസ്പരം വിൽക്കുന്നതെങ്ങനെ. ഇതാണ് 2 വരികൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത കവിയിലേക്ക് പോകാം.
ഇനി ഒരു കവിയിൽ നിന്ന് അല്ല, ഒരുപാട് കവികളിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പുതുകാല കവിതകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏത് ഭൂഖണ്ഡമാണ് എൻ്റെ ഉടൽ? ഈ ഉടൽ. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏത് ഭൂഖണ്ഡമാണ് എൻ്റെ ഉടൽ? ഈ ഉടൽ. എഴുതിയത് സാവിത്രി രാജീവനാണ്. സാവിത്രി രാജീവനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പണിയൊക്കെ പാതി ഒതുക്കി ശ്രുതി ചേർത്ത് തുടങ്ങുമ്പോഴാ പാട്ടൊക്കെ പലവഴിയായി പാറിപ്പോയി. പിന്നെ പണിയൊക്കെ പാതി ഒതുക്കി ശ്രുതി ചേർത്ത് തുടങ്ങുമ്പോഴാ പാട്ടൊക്കെ പലവഴിയായി പാറിപ്പോയി. എഴുതിയത് റോസ്മേരി. എഴുതിയത് റോസ്മേരിയാണ്. അടുത്തത് അനിതാ തമ്പിയുടേതായിട്ടുള്ള വരിയാണ്. അനിതാ തമ്പി. ഉടലിൻ മഹോത്സവ മേറുന്ന കൊടിമരം താണ്ടുവോൻ, നിന്നെ കണ്ടിട്ടവൾക്കു പാവം തോന്നും. ഉടലിൻ മഹോത്സവ മേറുന്ന കൊടിമരം താങ്ങുവോൻ, നിന്നെ കണ്ടിട്ടവൾക്കു പാവം തോന്നും എന്നെഴുതിയത് അനിതാ തമ്പിയാണ്. അടുത്തത് ഗിരിജ പി പാതേക്കരയുടെ വരിയാണ്. ഗിരിജ പി പാതേക്കര. അന്ന് വാക്കേറ്റ മുറിവിലൂടെ വാർന്നുപോയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് പലതും. അന്ന് വാക്കേറ്റ മുറിവിലൂടെ വാർന്നുപോയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന് പലതും. ഗിരിജ പി പാതേക്കര. അതായിരുന്നു ഒരു ചേരുംപടിയിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ചേരുംപടിയാണ്. നക്കി നക്കി ഇരിക്കുമ്പോൾ നാക്കിനെന്തു സ്വജനം. നക്കി നക്കി ഇരിക്കുമ്പോൾ നാക്കിനെന്തു സ്വജനം. പി എൻ ഗോപികൃഷ്ണൻ്റെ കവിതയിൽ നിന്നുള്ള വരിയാണ്. പി എൻ ഗോപികൃഷ്ണൻ്റെ കവിതയിൽ നിന്നുള്ള വരിയാണ്. നേരിട്ടു വെട്ടി മരിച്ചെന്നാകിൽ കോഴിക്ക് നല്ലൊരു മാനം തന്നെ. നേരിട്ടു വെട്ടി മരിച്ചെന്നാകിൽ കോഴിക്കു നല്ലൊരു മാനം തന്നെ. നേർച്ചയ്ക്ക് ചുമ്മാ അറുത്തെന്നാകിൽ നാണക്കേടതിൽ പരമില്ല വേറെ. നേർച്ചയ്ക്ക് ചുമ്മാ അറുത്തെന്നാകിൽ നാണക്കേടതിൽ പരമില്ല വേറെ. എൽ തോമസ് കുട്ടിയുടെ വരിയാണ്. എൽ തോമസ് കുട്ടിയുടെ വരിയാണ്. ധീരോദാത്തനും അതിപ്രതാപവാനുമായ മോഹൻലാൽ. ധീരോദാത്തനും അതിപ്രതാപവാനുമായ മോഹൻലാൽ സ്ക്രീൻ പിളർന്നെത്തി. കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്, നീ പോടാ മോനെ ദിനേശ. കത്തിച്ചു കളയും ഞാൻ പച്ചയ്ക്ക്, നീ പോടാ മോനെ ദിനേശ. എഴുതിയത് ശ്രീഹരിയാണ്. AC ശ്രീഹരി. അടുത്തത് KR ടോണിയുടെ കവിതയിൽ നിന്നുള്ളതാണ്. KR ടോണി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി നവഖാലിയിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി നവഖാലിയിലായിരുന്നു. ആചാര്യ JB കൃപലാനി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി ആഫീസിലുമായിരുന്നു. ആചാര്യ JB കൃപലാനി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റി ആഫീസിലുമായിരുന്നു. ഞാൻ മണ്ഡലം കമ്മിറ്റി ആഫീസിലുമായിരുന്നു. ഞാൻ മണ്ഡലം കമ്മിറ്റി ആഫീസിലുമായിരുന്നു. ഇത് KR ടോണിയുടെ വരികളാണ്. 2022 ചോദിച്ച ചോദ്യമാണ് പറയാൻ പോകുന്നത്. അത് ചേരുംപടിയിലായിരുന്നു. 2 ചേരുംപടികളാണ് നൽകിയിരുന്നത്. ബാക്കി വന്ന ചോരയും നീരും കത്തുന്ന വെയിലും ഊറ്റിയെടുത്തു, അങ്ങനെ കറുത്തുണങ്ങി കൊണ്ടാട്ടമായി മാറി. ബാക്കി വന്ന ചോരയും നീരും കത്തുന്ന വെയിലും ഊറ്റിയെടുത്തു, അങ്ങനെ
കറുത്തുണങ്ങി കൊണ്ടാട്ടമായി മാറി. ഗിരിജ പി പാതേക്കര. ഗിരിജ പി പാതേക്കര. ഇവിടെ ഒന്നും ഇല്ലാതില്ല എങ്കിലും എന്താണുള്ളത്? ഇവിടെയൊന്നും ഇല്ലാതില്ല എങ്കിലും എന്താണ് ഉള്ളത്? സാവിത്രി രാജീവൻ. സാവിത്രി രാജീവൻ്റെ വരികളാണ്. ഇവിടെയൊന്നും ഇല്ലാതില്ല എങ്കിലും എന്താണ് ഉള്ളത് എന്നുള്ളത്. സെറീനയുടെ വരികളാണ് അടുത്തത് നൽകിയിരുന്നത്. സെറീനയുടെ വരികൾ. വെറുമൊരു കുക്കർ എന്ന് നിങ്ങൾ പറയും. വെറുമൊരു കുക്കർ എന്ന് നിങ്ങൾ പറയും. പക്ഷേ തനി ചാവേറെന്ന് നാളെ എൻ്റെ ജീവിതരേഖയിൽ ഒരു പെൺകയ്യൊപ്പ് രേഖപ്പെടുത്തും. പക്ഷേ തനി ചാവേറെന്ന് നാളെ എൻ്റെ ജീവിതരേഖയിൽ ഒരു പെൺ കയ്യൊപ്പ് രേഖപ്പെടുത്തും. കയ്യൊപ്പ് രേഖപ്പെടുത്തും. സെറീനയുടെ വരിയാണ്. വിജില ചിറപ്പാടിൻ്റെ വരിയാണ് നൽകിയിരിക്കുന്നത് അടുത്തതായിട്ട്. വിജില ചിറപ്പാട്. എൻ്റെ രക്തദിനങ്ങൾ കഴിഞ്ഞുള്ള രാവുകൾ പകലുകൾ എത്ര ആനന്ദകരമാണ്. എൻ്റെ രക്തദിനങ്ങൾ കഴിഞ്ഞുള്ള രാവുകൾ പകലുകൾ എത്ര ആനന്ദകരമാണ്. എത്ര ആനന്ദകരമാണ് എന്ന് വിജില ചിറപ്പാട്. ഇനി വീരാൻകുട്ടിയാണ്. വീരാൻകുട്ടിയുടെ ഇടി എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയിൽ നിന്നുള്ള വരിയാണ്. വീരാൻകുട്ടിയുടെ ഇടി. അടുത്ത ചേരുംപടിയായിരുന്നു ഇത്. മഴയാൽ പറയാനാവാത്തതാണ് മിന്നൽ കൊണ്ട് എഴുതിയത്. ഇടി. മഴയാൽ പറയാനാവാത്തത് ആണ് മിന്നൽ കൊണ്ട് എഴുതിയത്. ഇടി. ഇനി പി രാമചന്ദ്രൻ്റെ ഒരു വരി ഇതിനകത്ത് ചേരുംപടിയിലുണ്ടായിരുന്നു. മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും. മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും. പിന്നാലെ ഞാനും ചുണ്ടു മന്ത്രിച്ചു. രാമായണം. പിന്നാലെ ഞാനും ചുണ്ട് മന്ത്രിച്ചു. രാമായണം. പി രാമചന്ദ്രൻ്റെ വരികളിൽ എഴുതി വെച്ചതിൻ്റെ കൂടി എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. അടുത്തത്. പ്ലമേനമ്മായി എന്നെക്കൊണ്ട് അരി വാങ്ങിപ്പിക്കുമായിരുന്നു. പ്ലമേനമ്മായി എന്നെക്കൊണ്ട് അരി വാങ്ങിപ്പിക്കുമായിരുന്നു. കെ.ആർ. ടോണി. കെ.ആർ. ടോണി. അടുത്തത്. അങ്ങാടിക്ക് പിന്നിലെ മതിലിനു മുകളിലിരുന്ന ചെണ്ട വെയിൽ കൊണ്ടു. അങ്ങാടിക്ക് പിന്നിലെ മതിലിനു മുകളിൽ ഇരുന്ന ചെണ്ട വെയിൽ കൊണ്ടു. എഴുതിയത് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ്റെ വരികളാണ് ഇപ്പോൾ പറഞ്ഞ അങ്ങാടിക്ക് പിന്നിലെ മതിലിനു മുകളിൽ ഇരുന്ന ചെണ്ട വെയിൽ കൊണ്ടു എന്ന് പറഞ്ഞത്. അടുത്തത് ചേരുംപടി ഫെബ്രുവരി 2023 20 വരി അതിൽ കവിഞ്ഞൊരു കവിതയുമിന്ന് കൊരുക്കുക വയ്യ. 20 വരി അതിൽ കവിഞ്ഞൊരു കവിതയുമിന്ന് കൊരുക്കുക വയ്യ എന്ന് പറഞ്ഞത് അല്ലെ പാടിയത് കെ.ആർ. ടോണി. കെ.ആർ. ടോണിയുടെ വരികളാണത്. വരിക വാങ്ങുക വില കുറഞ്ഞവ വിപണിയിൽ ഇതുവരെ എത്താത്തവ. വരിക വാങ്ങുക വില കുറഞ്ഞവ വിപണിയിൽ ഇതുവരെ എത്താത്തവ. അത് മാമ്പഴക്കാലത്തിലെയാണ്. പി രാമചന്ദ്രൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ടാണ് ഞാനത് അവിടെ ചേർക്കാതെ ഇങ്ങനെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാമ്പഴക്കാലത്തിലെ വരിയാണ്. അടുത്തത്. ദഹിക്കാം ഹനിക്കാം നിണം മോന്തി വീഴാം. ദഹിക്കാം ഹനിക്കാം നിണം മോന്തി വീഴാം. ലോബയുടെ വരികളാണ്. ലോബയുടെ വരികളാണ്. കൂഴൂർ വിൽസൻ്റെ വരികളാണ് അടുത്തത് നൽകിയിരിക്കുന്നത്. കൂഴൂർ വിൽസൻ്റെ വരി. 12 വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട്. 12 വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട്.
കൂഴൂർ വിൽസൻ്റെ വരിയാണിത്. അടുത്തത് ജൂണിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന 2024 ജൂണിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. വിജില ചിറപ്പാടിൻ്റേതായിട്ട് നൽകിയിരിക്കുന്ന വരി ആരുടെ എന്നുള്ള ചോദ്യമായിരുന്നു നൽകിയത്. എല്ലാ മുറികളും ടി വി കാണുമ്പോൾ അടുക്കള മാത്രം ടി വി കേൾക്കുന്നു. അടുക്കള എന്ന് പറഞ്ഞിട്ടൊരു കവിത വിജില ചിറപ്പാടിൻ്റേതായിട്ടുണ്ട്. എല്ലാ മുറികളും ടി വി കാണുമ്പോൾ അടുക്കള മാത്രം ടി വി കേൾക്കുന്നു. വിജില ചിറപ്പാടിൻ്റെ വരികൾ. അടുത്തത് ഇത്രയും കവിതകളുടെ വരികളാണ് പുതുകാല കവിതകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി അതല്ലാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ പഴയ സമയത്തെ വരികളായിട്ട് വന്നിരിക്കുന്നത് കൂടി ഞാൻ ഇനി വായിച്ചു പോകാം. വിഘ്നങ്ങളെല്ലാം ചിതൽപുറ്റുപോൽ തകരട്ടെ, വിഘ്നങ്ങളെല്ലാം ചിതൽപുറ്റുപോൽ തകരട്ടെ, വിശ്വജേതാവാം കർമ്മധീരത മുന്നേറട്ടെ, വിശ്വജേതാവാം കർമ്മധീരത മുന്നേറട്ടെ. എഴുതിയത് തിരുനെല്ലൂർ കരുണാകരൻ. എഴുതിയത് തിരുനെല്ലൂർ കരുണാകരൻ. അടുത്തത് എത്ര യാദൃശ്ചികം ജന്മവും സ്വത്വവും. എത്ര യാദൃശ്ചികം ജന്മവും സ്വത്വവും, സ്വത്വഭേദങ്ങളും ജന്മവും മൃത്യുവും. സ്വത്വഭേദങ്ങളും ജന്മവും മൃത്യുവും. എഴുതിയത് ജി കുമാരപിള്ള. എഴുതിയത് ജി കുമാരപിള്ള. അടുത്തത് ഇവിടെയല്ലോ പുതിയ വാക്കുകൾ തൻ കല്ലുളികളാൽ നാം പഴയ കോട്ട ഇടിച്ചു വീഴ്ത്തുന്നു. ഇവിടെയല്ലോ പുതിയ വാക്കുകൾ തൻ കല്ലുളികളാൽ നാം പഴയ കോട്ട ഇടിച്ചു വീഴ്ത്തുന്നു. പുനലൂർ ബാലൻ. എഴുതിയത് പുനലൂർ ബാലൻ. നേരത്തെ ഞാൻ മുൻപ് പറഞ്ഞത് തന്നെയാണ് ഒരു വരി. കണ്ണാടി കാണുന്തോറും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കൂ എത്രയും വിരൂപരും. അത് ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. കൽപ്പറ്റ നാരായണനാണ് ആ വരി എഴുതിയിരിക്കുന്നത്. സത്യത്തിനൊത്തൊരു തപമില്ല പോൽ ആത്മഗതി പോലൊരു ബന്ധു വേറില്ല പോൽ. സത്യത്തിനൊത്തൊരു തപമില്ല പോൽ ആത്മഗതി പോലൊരു ബന്ധു വേറില്ല പോൽ എന്ന് പാടിയത് ഗംഗ എന്ന് പറഞ്ഞ കവിതയിൽ വി മധുസൂദനൻ നായരാണ്. ഗംഗ എന്ന കവിതയിൽ കവി വി മധുസൂദനൻ നായരാണ്. അടുത്തത് പൂത്ത കൈതകൾ കാറ്റിലാടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ റോസിയെ. പൂത്ത കൈതകൾ കാറ്റിലാടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ റോസിയെ. ഇതും 2023 വന്ന ചോദ്യമാണ്. ജി കുമാരപിള്ളയുടെ വരിയാണ്. ജി കുമാരപിള്ളയുടെ വരിയാണ്. അടുത്തത് നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം. 2023 ക്യാൻസൽ ചെയ്ത ചോദ്യപേപ്പറിലെ അതിനു മുൻപും ചോദിച്ച വരി തന്നെയാണിത്. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം. എഴുതിയത് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. എഴുതിയത് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. അടുത്തത് ഞാനൊരു കവിതക്കാരൻ കപടവിധക്കാരൻ, വികട കവിതക്കാരൻ എന്നാലും വിധക്കാരൻ. ഞാനൊരു കവിതക്കാരൻ കപടവിധക്കാരൻ, വികട കവിതക്കാരൻ എന്നാലും വിധക്കാരൻ എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ഇപ്പോൾ കേട്ടത്. അടുത്തത് കഷ്ടമീ ബ്രഹ്മജ്ഞൻ തൻ സമദൃഗ്ജ്യോതിസ്സിലും തട്ടിയോ തവ നിഴൽ പാണ്ഡിത്യക്കേടുഗർവേ. കഷ്ടമീ ബ്രഹ്മജ്ഞൻ തൻ സമദൃഗ്ജ്യോതിസ്സിലും തട്ടിയോ തവ നിഴൽ പാണ്ഡിത്യക്കേടുഗർവേ എന്ന് പാടിയത് വി സി ബാലകൃഷ്ണ പണിക്കരാണ്. വി സി ബാലകൃഷ്ണ പണിക്കർ. അടുത്തത് ഋതുസ്ഥലികളിൽ നീലഋതം
തുള്ളുന്ന കൃഷ്ണയും ഋതുസ്ഥലികളിൽ നീലഋദ്ധം തുള്ളുന്ന കൃഷ്ണയും. എഴുതിയത് മേതിൽ രാധാകൃഷ്ണൻ. എഴുതിയത് മേതിൽ രാധാകൃഷ്ണനാണ്. അടുത്തത് ഭാഷയ്ക്ക് മുമ്പാണോ വിക്കുണ്ടായത്? ഭാഷയ്ക്ക് മുമ്പാണോ വിക്കുണ്ടായത്, അതോ ഭാഷയ്ക്കു ശേഷമോ? അതോ ഭാഷയ്ക്കു ശേഷമോ? വിക്ക് എന്ന് പറഞ്ഞ കവിതയിലാണ് മാധവൻ അയ്യപ്പത്താണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അടുത്തത് വാടിയ ചെമ്പകപ്പൂക്കൾ പോലന്തികൾ. വാടിയ ചെമ്പകപ്പൂക്കൾ പോൽ അന്തികൾ വീണുറങ്ങിയിടുമെന്നുള്ളിൽ ഇന്നതിദീനം വിറച്ചിടും മെയ്യോടെ വന്നു നിൽപ്പായി വെളിച്ചം. ഇന്നതിദീനം വിറച്ചിടും മെയ്യോടെ വന്നു നിൽപ്പായി വെളിച്ചം. എഴുതിയത് ആർ രാമചന്ദ്രനാണ്. ആർ രാമചന്ദ്രൻ്റെ കവിതകൾ എഴുതി വെച്ചതിൻ്റെ കൂടെ എഴുതുക. ജി കുമാരപിള്ളയുടെ വരിയാണ്. ഒരു നാൾ ഉണർന്നപ്പോൾ ഓർമ്മത്തൻ സുഗന്ധമാം ഗീതവും ഞാനും മാത്രം. ഒരു നാൾ ഉണർന്നപ്പോൾ ഓർമ്മതൻ സുഗന്ധമാം ഗീതവും ഞാനും മാത്രം എന്ന് എഴുതിയത് ജി കുമാരപിള്ളയാണ്. അടുത്തത് കേശവീയമാണ്. കെ സി കേശവപിള്ളയുടെ കേശവീയം കാവ്യത്തിൽ നിന്നുള്ള വരിയാണ്. തതുപജ്ഞം മദം നവ്യം സാമഞ്ജസ്യ മനോഹരണം ഒരുക്കി എന്നെ ഈ കാവ്യ രചനാസാഹസത്തിനായി. തതുപജ്ഞം മദം നവ്യം സാമഞ്ജസ്യ മനോഹരണം ഒരുക്കി എന്നെ ഈ കാവ്യരചനാ സാഹസത്തിനായി എന്ന് പാടിയത് കെ സി കേശവപിള്ള. കേശവീയം എന്ന് പറഞ്ഞിരിക്കുന്ന വരിയിൽ, കേശവീയം എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയിൽ, കേശവീയം കവിതയാണ്, അതിലാണ് ഈ വരികളുള്ളത്. അടുത്തത് സൗവർണ പിണ്ഡമതുരുക്കിയെടുത്തു നീരിൽ മുക്കുന്നിതാ തപനമണ്ഡല കൈതവത്താൽ. സൗവർണ പിണ്ഡമതുരുക്കിയെടുത്തു നീരിൽ മുക്കുന്നിതാ തപനമണ്ഡല കൈതവത്താൽ. എഴുതിയത് ഒരു വിലാപത്തിൽ വി സി ബാലകൃഷ്ണ പണിക്കറാണ്. ഒരു വിലാപത്തിൽ വി സി ബാലകൃഷ്ണ പണിക്കർ. അടുത്തത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം. പന്തളം കേരളവർമ്മയുടെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള വരിയാണിത്. പന്തളം കേരളവർമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്തത് അതിങ്കലി സന്ധ്യയുമർക്കമൂർത്തിയാൽ പതിച്ചിടുന്നോ പുതുതാഴികക്കുടം. എഴുതിയത് എ ആർ ആണ്. മലയവിലാസം. എഴുതിയത് എ ആർ. മലയവിലാസം കാൽപ്പനികതയുടെ ആരംഭമായി 1895 വരുന്ന കവിതയാണ് മലയവിലാസം. അടുത്തത് നിശ്ചല ബ്രഹ്മമായി കത്തുമീയോർമ്മയാൽ ദുഃഖസത്യജ്ഞം സ്ഥിതപ്രജ്ഞമെൻ മനം. എഴുതിയത് ആർ രാമചന്ദ്രൻ. അടുത്തത് അറിവീല ഞാൻ എൻ മിഴിയിൽ തെളിയുന്നിതനുപാർദ്രം. അറിവീല ഞാൻ
എൻമിഴിയിൽ തെളിയുന്നിതനുപാദ്രം അനുപാർദ്രം തഥാഗത മന്ദസ്മിതം. തഥാഗത മന്ദസ്മിതം ജി കുമാരപിള്ളയുടെ വരിയാണ്. ജി കുമാരപിള്ളയുടെ വരിയാണ്. അടുത്തത് പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള എം ഗോവിന്ദൻ്റെ കവിതയിൽ നിന്നുള്ള വരിയാണിത്. പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം എം ഗോവിന്ദൻ എഴുതിയ കവിതയാണ്. ചുടുകാപ്പിക്കടയിൽ ചുമ്മാതിരിക്കും ചുപ്പാമണിയന് തുടരെഴുതി താളിൽ വിളമ്പാൻ മെതുവടയല്ലടോ മലയാള വാക്ക്. ചുടുകാപ്പിക്കടയിൽ ചുമ്മാതിരിക്കും ചുപ്പാമണിയന് തുടരെഴുതി താളിൽ വിളമ്പാൻ മെതുവടയല്ലടോ മലയാള വാക്ക് എന്നുള്ള വരി വരുന്നത് പൊന്നാനിക്കാരൻ്റെ മനോരാജ്യത്തിലാണ്. ഓക്കെ, അടുത്തത് ഒളപ്പമണ്ണയുടെ വരികളാണ്. ഒളപ്പമണ്ണ. കാണെ കാണെ ചീർക്കുന്നു കാളവർഷാംബുദമെന്നോണം. കാണെ കാണെ ചീർക്കുന്നു കാളവർഷാംബുദമെന്നോണം. ഇപ്പോൾ പെയ്യും കണ്ണിൽ നിന്നിപ്പോളിപ്പോൾ പേമാരി. ഇപ്പോൾ പെയ്യും കണ്ണിൽ നിന്നിപ്പോളിപ്പോൾ പേമാരി. ഒളപ്പമണ്ണയുടെ വരിയാണ്. ഒളപ്പമണ്ണയുടെ വരിയാണ്. മറ്റൊരു വരി. നാണത്താൽ ചെറുതായി താനാ കൈവെള്ളയിലൊതുക്കും ചെറുനാരങ്ങ പോലവേ. നാണത്താൽ ചെറുതായി താനാ കൈവെള്ളയിലൊതുക്കും ചെറുനാരങ്ങ പോലവേ. അതും ഒളപ്പമണ്ണയുടെ വരിയാണ്. അടുത്തൊരു വരി. പിന്നാലെ വന്നിടും പിഞ്ചുപാദങ്ങൾക്കു വിന്യാസവേളയിൽ വേദന തോന്നല. പിന്നാലെ വന്നിടും പിഞ്ചുപാദങ്ങൾക്കു വിന്യാസവേളയിൽ വേദന തോന്നല. പി കെ ബാലകൃഷ്ണൻ്റെ വരിയാണ്. പി കെ ബാലകൃഷ്ണൻ്റെ വരിയാണിത്. അപ്പോൾ ഇത്രയും വരികളാണ് പ്രധാനമായിട്ടും 2004 മുതൽ 2024 വരെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത വരികളാണ് ശ്രീനാരായണ ഗുരു, കെ പി കറുപ്പൻ, അതുപോലെ തന്നെ പൂന്താനം തുടങ്ങിയവർ. അതിൻ്റെ കൂടെ തന്നെ രാമചരിതം, തിരുനിഴൽമാല, കണ്ണശരാമായണം, സന്ദേശകാവ്യങ്ങളായിട്ടുള്ളത്, അച്ചിചരിതങ്ങൾ, ഈ വരികളെല്ലാം കൂടി, അതിൻ്റെ ചേരുംപടികളെല്ലാം കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാം എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ വീഡിയോ വിശദമായിട്ട് മിക്കവാറും എല്ലാ കവികളുടെയും കൂടി ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. കുമാരനാശാൻ, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, വൈലോപ്പിള്ളി, വള്ളത്തോൾ, വയലാർ, പി കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ, ഇടപ്പള്ളി തുടങ്ങി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും വന്നതുമായിട്ടുള്ള ഒരു ചോദ്യം പോലും വിട്ട് കളയാതെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. HSSTക്ക് ഇത് നല്ല പ്രയോജനം ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവർക്കെല്ലാം നന്ദി പറയുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊരു തെറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് മിസ്റ്റേക്കായി പോയതാണ്. പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എഴുതി വയ്ക്കാത്തത് കൊണ്ട് മിസ്റ്റേക്കായി പോയതാണ്. ഹാ സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ ത്രാസ് പൊങ്ങുവതും താനേ താണു പോവതും എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ വീണപ്പൂവ് എന്നാണ് പരാമർശിച്ചത്. വീണപ്പൂവിലെ വരി അല്ല അത് കരുണയിലെ വരിയാണ്. വാസവദത്തെയും ഉപഗുപ്തനും വരുന്ന കരുണയിലെ വരിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാ സുഖം വെറും ജാലം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തിരുത്തി എഴുതുമല്ലോ. ഞാനത് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരുന്നു. എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ തന്നെ കാണാൻ കഴിയും. അത് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഓഡിയോ പലപ്പോഴായിട്ട് എടുക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതകൾ കാണുമ്പോൾ ഞാനത് കമൻറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ കൂട്ടുകാരെ കൊണ്ടും നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുമല്ലോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.